ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക മുന്നേടയിലൊക്കെ ഇട്ട് കുളിപ്പിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇലയാണ് ഞാൻ എടുക്കുന്നത് നോക്കാം. മുന്നേടയിൽ ഇട്ടിട്ടാണ് കുളിപ്പിക്കാറ് കേട്ടോ. ആ ചെടി അതിൻ്റെ ഇലയാണിത്. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത്രയും ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലൊരു പൂ പോലെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വെട്ടി വിടാത്തോണ്ട് തോന്നുന്നു. ഒരുപാടുണ്ട് അങ്ങനെ. അപ്പോൾ ഞാനിത് കുറച്ച് പറിക്കട്ടെ. ഇതാട്ടോ ഞാൻ 2 പേർക്കുള്ളതാണ് പറിക്കുന്നത്. ഇതിപ്പോൾ മുന്നേടയിലാണ്. ഈ ചെറിയ കുട്ടികൾ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികളൊക്കെ ഈ ഇലയിലിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്മ കൊടുന്ന് ഇങ്ങനെ കുറേ മുന്നേടെ കൊമ്പ് കൊടുന്ന് നട്ടാ കേട്ടോ. അതിങ്ങനെ ഒരുപാടായിട്ടുണ്ടായി. അപ്പോൾ കുറച്ചുകൂടി പറിക്കാം. അപ്പോൾ ഞാൻ മുന്നേടയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വേറെ ഇലയും കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് കയ്പ്പം വേപ്പിൻ്റെ ഇലയാണ്. ഇത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചെടുക്കാം. ഇതാട്ടോ അത് പറിച്ച് കഴിഞ്ഞാൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ തുളസി. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ 2 ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, തുളസിയുടെ ഇലയും പറിച്ചു കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് പനിക്കൂർക്കയുടെ ഇല. ഇത് നമ്മൾ കഫമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് അടുപ്പിൽ വെച്ച് വാട്ടിയിട്ട് ഇതിൻ്റെ നീര് കൊടുത്തു കഴിഞ്ഞാൽ കഫം മുറിഞ്ഞു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നും ഇതിൻ്റെ മരുന്നൊന്നും കൊടുത്തിട്ടൊന്നും കുറയില്ല കുട്ടികൾക്ക്. പണ്ടത്തെ മരുന്നാണിത്. അപ്പോൾ ഇതും ജസ്റ്റ് കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ടിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരിലയില്ലെങ്കിലും ചെറിയ കുട്ടികളെ കുളിപ്പിക്കാനാട്ടോ. പിന്നെ വലുതായാലും കുളിപ്പിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മേലും കൈ വേദന ഒക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതെടുത്തിട്ട് കുളിപ്പിക്കാമെന്ന് മാത്രം. അതിപ്പോൾ എന്നും കുളിപ്പിക്കാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചൂടല്ലേ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരാഴ്ചയിൽ ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പനി മാറില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളത്തിലെ കുളിപ്പിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിള വരട്ടെ. തിളച്ചിട്ട് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂട്ടാതെ ഇത് ചൂടാറിയിട്ട് ഈ വെള്ളത്തിൽ കുളിപ്പിക്കുകയാണ് നല്ലത്. പക്ഷേ ഞാൻ വെള്ളം കൂട്ടിയിട്ടാണ് കുളിപ്പിക്കണം. അപ്പോൾ ചൂടാറാൻ ഒരുപാട് സമയം എടുക്കില്ലേ. ഇതാട്ടോ ഞാൻ ഇതിൽ ചൂടാറിക്കാൻ വെച്ചില്ല. അപ്പോഴേക്ക് കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒരു കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഈ ഇലയിൽ സോപ്പ് തേച്ചിട്ട് ഇവരുടെ മേത്ത് തേച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മുന്നേടയിലേക്ക് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇവർ കുളിക്കാൻ വേണ്ടി കിടന്ന് പൊരിയൽ തുടങ്ങി. ഓക്കെ, ശരി, ബൈ.